ഡാനി സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ വലിയ പങ്കാളിത്തം ഈ ആഘോഷത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള വലിയ ആഘോഷം തന്നെയാണ് തൃശ്ശൂരുകാർക്ക്. തൃശ്ശൂരിൽ നിന്ന് പലതവണയായി സുരേഷ് ഗോപി തന്റെ കർമ്മമണ്ഡലമായി തൃശ്ശൂരിനെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. തൃശ്ശൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ടപ്പോഴും തൃശ്ശൂർ തന്നെ കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പല തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചു. തൃശ്ശൂർ തരണമെന്നാവശ്യപ്പെട്ടു, തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴെല്ലാം രാഷ്ട്രീയ എതിരാളികൾ തരില്ല, എടുക്കാനാവില്ല എന്ന് പറഞ്ഞ മണ്ഡലമായിരുന്നു. അവിടെയാണ് സുരേഷ് ഗോപി വിജയക്കൊടി പാറിച്ചത്, അതും 70,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. അതുകൊണ്ട് സ്വാഭാവികമായും BJP പ്രവർത്തകരുടെ ആവേശം അണപൊട്ടുമെന്നതിൽ തർക്കമില്ല. അവർ ഒരു കേന്ദ്രമന്ത്രിയെ പ്രതീക്ഷിച്ചതുമാണ്. അങ്ങനെ തന്നെ മൂന്നാം മന്ത്രിസഭയിലേക്ക്, നരേന്ദ്രമോദി മന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപി മന്ത്രിയായി എത്തും. അതേസമയം വകുപ്പ് ഏതായിരിക്കുമെന്നതിലൊന്നും ഇപ്പോഴും വ്യക്തതയില്ല. നേരത്തെ BJP പ്രവർത്തക പ്രതികരിച്ചതുപോലെ ഏതു വകുപ്പാണ് എങ്കിലും അതിനോട് ആത്മാർത്ഥത പുലർത്തുമെന്ന ആത്മവിശ്വാസം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ആഘോഷം കേരളത്തിൽ തൃശ്ശൂരിൽ തന്നെ എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ആ തരത്തിലുള്ള ഒരു ആഘോഷ പരിപാടികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഡാനി, ഈ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഡൽഹിക്ക് തിരിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ജോർജ് കുര്യനെ പോലെയുള്ളവർ. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വലിയ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ശോഭാ സുരേന്ദ്രനെ ഉൾപ്പെടെ നേരത്തെ ഡൽഹിക്ക് വിളിപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അങ്ങനെ കൂടിയാലോചനകളും മറ്റ് ചടങ്ങുകളുടെ ഭാഗമാകുന്നതിനുമെല്ലാം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. അപ്പോഴും ഇവിടെ ആഘോഷത്തിനൊരു കുറവുമില്ല. അങ്ങനെ തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, ആഘോഷത്തിന് ഒരു കുറവുമില്ല എന്ന് മാത്രമല്ലാതെ സാധാരണഗതിയിൽ നടക്കുന്നതിനേക്കാൾ വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. ഇത് സംസ്ഥാന നേതാക്കൾ മാത്രമല്ല, തൃശൂർ ജില്ലയിലെ തന്നെ പ്രസിഡന്റും സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ അറിഞ്ഞെടുത്തോളം അവരെല്ലാവരും തന്നെയും ഡൽഹിയിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ നേതൃത്വം ഏതാണ്ട് മുഴുവനായി ഡൽഹിയിൽ തുടരുന്നുണ്ട്. എങ്കിലും മറ്റുള്ളവർ, ഇവിടെയുള്ള സാധാരണ പ്രവർത്തകർ, ബൂത്ത് കമ്മിറ്റികളെല്ലാം ചേർന്നാണ് ഇപ്പോൾ ഈ ആഘോഷം, നമ്മൾ കാണുന്ന ആഘോഷ പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഈ പ്രവർത്തകർ പറഞ്ഞതുപോലെ വലിയ വിജയം. കഴിഞ്ഞ 5 വർഷമായി സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തോറ്റിട്ടും തൃശ്ശൂരിനെ ഉപേക്ഷിച്ചില്ല എന്നത് തന്നെയാണ് തെളിയുന്നത്. പലപ്പോഴും വലിയ ട്രോളായി മാറിയതുപോലെ തൃശ്ശൂർ എടുക്കുകയാണ് എന്നത് വലിയ ട്രോളായി മാറിയത്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ അത് തന്നെ സംഭവിച്ചു എന്ന് തന്നെ അവർ പറയുന്നു. പല രീതിയിൽ പലരും ഒടിയമ്പുകളുമായി, പരിഹാസങ്ങളുമായി എത്തിയപ്പോഴൊന്നും അതിനോട് പ്രതികരിക്കാതെ തന്റേതായ രീതിയിൽ തന്നെ നിശബ്ദമായി, വളരെ നിശബ്ദമായി പ്രവർത്തനം ചെയ്തുകൊണ്ട് സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് വോട്ടെടുപ്പ് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. 7 നിയമസഭാ മണ്ഡലങ്ങൾ തൃശ്ശൂരിലെ, അവിടെയെല്ലാം തന്നെയും ഇടതുമുന്നണിയുടെ അപ്രമാദിത്വമാണ് ഉള്ളത്. കാരണം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലങ്ങൾ അവിടെയാണ് വളരെ നിശബ്ദമായി പ്രവർത്തിച്ചുകൊണ്ട്, അതേസമയം തന്നെ ഏറ്റവും അടിത്തട്ടിൽ ഇറങ്ങി നിന്നുകൊണ്ട്, പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട്, വോട്ടർമാരെ ഒരുമിപ്പിച്ചുകൊണ്ട് വിജയം നേടിയെടുക്കാൻ കഴിയുമെന്ന് സുരേഷ് ഗോപി തെളിയിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നേട്ടം കൂടിയാണ് എന്ന് പലരും തന്നെയും അടിവരയിട്ട് പറയുന്നുണ്ട്. കാരണം BJP പ്രവർത്തകർ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളും വലിയ വിജയത്തിലേക്ക്, 3/4 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് BJPയെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങളടക്കം ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ 5 വർഷത്തോളം വളരെ നിശബ്ദമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നു. പല കാര്യങ്ങളിലും തൃശ്ശൂരിന്റെ അവിഭാജ്യമായ പൂരം, പുലിക്കളി തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെയും സുരേഷ് ഗോപി തന്റെ സാന്നിധ്യം, തനിക്ക് പറ്റുന്ന സഹായം, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരുന്നു. പുലിക്കളി സംഘങ്ങൾക്ക് അദ്ദേഹം തന്റേതായ വ്യക്തിപരമായി തന്നെ സംഭാവനകൾ നൽകിക്കൊണ്ട് അവരെ സഹായിച്ചു. അങ്ങനെ പല കാര്യങ്ങളും പ്രവർത്തകർ എടുത്തു പറയുന്നു. പലയിടങ്ങളിലും തന്നെ പ്രവർത്തകർക്കല്ലാതെയും തന്നെയും സഹായങ്ങൾ നിരവധി ചെയ്തു. ഇതെല്ലാം അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹത്തിന് അത് റോട്ടായി മാറുന്നതിനെല്ലാം തന്നെ സഹായകരമായിട്ടുണ്ടെന്ന്. തീർച്ചയായും തൃശ്ശൂർ ഉത്സവാന്തരീക്ഷത്തിലാണ്. പൂരങ്ങളുടെ നാടാണ് തൃശ്ശൂരെങ്കിൽ അവിടെ മറ്റൊരു പൂരം കൂടി ഒരുക്കിയിരുന്നു. തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപി എത്തിയപ്പോൾ BJP പ്രവർത്തകർ ഇപ്പോഴും ഉത്സവാന്തരീക്ഷത്തിലാണ്. സാധാരണ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സംസ്ഥാനത്ത് ഭരണം നേടിയാൽ എങ്ങനെയാണോ രാഷ്ട്രീയ പാർട്ടികൾ ആഘോഷിക്കുക, അതിന് സമാനമായ തരത്തിൽ തന്നെയുള്ള വലിയ ആഘോഷമാണ്
BJP ഇപ്പോൾ തൃശ്ശൂരിൽ നടത്തുന്നത്. കേരളത്തിൽ ആദ്യമായി, ചരിത്രത്തിലാദ്യമായി ലോക്സഭയിലേക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിക്കുന്നു എന്നത് BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷത്തിന് അവസരം നൽകുന്ന മണിക്കൂറുകൾ തന്നെയാണ്.